ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വകമാറ്റി. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വകമാറ്റുന്നു എന്ന ആ ആശയം പോലും മ്ലേച്ഛമായ ഒരാശയമാണ്. കാരണം എത്രയോ കാലമായി, അതായത് കോൺസ്റ്റിറ്റ്യൂഷണലായി തന്നെ ഈ ന്യൂനപക്ഷത്തിന് പ്രത്യേക തര പരിഗണന കൊടുത്ത് അവർക്ക് റിസർവേഷനൊക്കെ വച്ചിരിക്കുന്നത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും മുഖ്യധാരയിലെ കുട്ടികളെ പോലെ തന്നെ സമശീർഷരായി വളരുവാനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർക്കൊരുക്കി കൊടുക്കേണ്ട ആ സാഹചര്യം, അടിസ്ഥാന സാഹചര്യമാണ് ഈ സ്കോളർഷിപ്പുകൾ കൊണ്ട് അവർക്ക് ലഭ്യമാകുന്നത്. അത്തരം സ്കോളർഷിപ്പുകൾ വകമാറ്റി ചെലവഴിക്കുക, അതല്ലെങ്കിൽ അത് ഇവർക്ക് ലഭ്യമാകാനുള്ള വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് കൊടും ചതിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ജാതി സെൻസസ് നടത്താൻ പോലും കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ തയ്യാറാകാതിരിക്കുന്നത്. കാരണം ജാതി സെൻസസ് നടത്തി കഴിയുമ്പോഴാണ് ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കിട്ടേണ്ടിയിരുന്ന പൊസിഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ടോ, അതായത് റിസർവേഷനിൽ അവർക്ക് പറയുന്നത്ര കോട്ട അനുസരിച്ച് അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവസരം കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ അവസരം കിട്ടുന്നുണ്ടോ, തസ്തികകളിൽ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടുള്ള അവരോട് ചെയ്തിട്ടുള്ള ക്രൂരത, ഈ തരത്തിലുള്ള വകമാറ്റലും വകുപ്പ് മാറ്റലും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള ക്രൂരത അത് പുറത്തു വരും. അത് കോടതിയിൽ പോലും ശിക്ഷാർഹമാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്ന ആനുകൂല്യങ്ങളാണ് ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ. സ്കോളർഷിപ്പൊക്കെ പിൽക്കാലത്ത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഓരോരോ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റുകൾ തീരുമാനിക്കുന്നതാണ് സ്കോളർഷിപ്പ്, അതിൻ്റെ തുക, ഇതൊക്കെ. പക്ഷേ അതൊക്കെ അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഉള്ളിടത്ത് വരുമ്പോഴാണ് കോടതി ഇടപെടേണ്ടി വരുന്നത്. 2017-22 ഘട്ടത്തിൽ പട്ടികക്ഷേമ വകുപ്പ് സ്കോളർഷിപ്പിന് അർഹതയുള്ളവരെ കണ്ടെത്താൻ സർവേ നടത്തിയില്ല, പഠനം നടത്തിയില്ല, സർവേ നടത്തിയില്ല. അതായത് 2017 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ. 2016-17 LDF ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നത്. LDF ഗവൺമെൻറ് ഭരണത്തിൽ വന്ന ആ വർഷം മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഈ SC/ST സ്കോളർഷിപ്പിന് അർഹതയുള്ള കുട്ടികളെയൊക്കെ കണ്ടെത്തണമെങ്കിൽ ആകെ അഡ്മിഷനായി വരുന്ന കുട്ടികളിൽ നിന്ന് എത്ര പേരുണ്ട് SC/ST വിഭാഗത്തിൽപ്പെട്ടത്, അതൊക്കെ ചോദിച്ചറിഞ്ഞാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അതിന് ശേഷം ഈ കണക്കുകളൊക്കെ കൃത്യമായിട്ട് എടുക്കണം. ഈ കണക്കുകളൊക്കെ കൃത്യമായിട്ട് എടുത്താണ് സ്കോളർഷിപ്പ് ഫണ്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ആ ഫണ്ട് തീരുമാനിച്ച് അത് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ് വിഹിതവും ഒക്കെ എടുത്ത് കൃത്യമായ രീതിയിൽ ഇവർക്ക് കൊടുത്താണ് ഇവരുടെ പഠനത്തിൽ ഇവരെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇവിടെ പറയുന്നു 2017-22 ഘട്ടത്തിൽ സ്കോളർഷിപ്പിന് അർഹതയുള്ളവരെ കണ്ടെത്താനുള്ള സർവേ പോലും നടത്തിയില്ലെന്ന്. അപ്പോൾ ആ 5 വർഷക്കാലം ഇവരുടെ സ്കോളർഷിപ്പ് ഇവർക്ക് ലഭിച്ചില്ല. സ്കോളർഷിപ്പ് ലഭിക്കാത്തത് കാരണം കൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളൊക്കെ അവനവൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു. അതായത് അവരുടെ പ്രീ മെട്രിക് ഹോസ്റ്റലൊന്നും താമസിക്കാൻ പറ്റില്ല, അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പൈസ കൊടുക്കാതെ അവരെ അവിടെ താമസിപ്പിക്കില്ലല്ലോ. അങ്ങനെ വീടുകളിലേക്ക് പഠനം നിർത്തി വീടുകളിലേക്ക് തിരിച്ചു പോകേണ്ട വന്നവർ ഈ 5 വർഷം കൊണ്ട് ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കണ്ണീരും കഥയും കേട്ടിട്ടാകണം ഇതുപോലെയുള്ള ഒരു പഠനം നടത്തി ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ അവസരം ഉണ്ടാകുന്നത്. ഈ പഠനം നടത്തിയത് ഇവിടുത്തെ വ്യക്തികളാരുമല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് എന്ന് നമ്മൾ ഓർക്കണം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് അറിയാം കേന്ദ്രത്തിൽ നിന്ന് എന്ത് ഫണ്ട് വരുന്നു, ആ ഫണ്ട് എവിടെയൊക്കെ ചെലവഴിക്കണം, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ കൃത്യതയോടെ അറിയുന്നവരും കൃത്യതയോടെ പഠിക്കുന്നവരുമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ. അപ്പോൾ അവരാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 101% ഈ പറയുന്ന കണക്കുകളിൽ വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ 2017 മുതൽ 2022 വരെ ഈ പഠനങ്ങളൊന്നും നടത്താത്തത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഈ 5 വർഷവും അർഹതപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല, അവരുടെ പഠനം മുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് 2017-18 എൻറോൾ ചെയ്ത 10% പട്ടികജാതിക്കാർക്കും അർഹതപ്പെട്ട ഇത് കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് 2021 രജിസ്റ്റർ ചെയ്ത 12% പേർക്ക് ഈ സ്കോളർഷിപ്പ് ലംസം ഗ്രാൻഡ്, അതായത് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അഥവാ ലംസം ഗ്രാൻഡ് ലഭ്യമായില്ല.
പ്രതിവർഷം 4%, ഈ 5 വർഷത്തെ കാര്യമാണ് പറയുന്നത്, പ്രതിവർഷം 4% മുതൽ 20% വരെ കുട്ടികൾക്കാണ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ്, ലംസം ഗ്രാൻഡ് അഥവാ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കിട്ടാതെ വന്നതും അവരുടെ പഠനം മുടങ്ങുകയും ചെയ്തത്. അതായത് 379 സ്കൂളുകളിൽ നിന്ന് ഒരു പട്ടികജാതി വിദ്യാർത്ഥിയും ഈ ഗ്രാൻഡ് പോർട്ടലിൽ, അതായത് ഈ പ്രീ മെട്രിക് ഗ്രാൻഡ് ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ ഗ്രാൻഡ് പോർട്ടൽ ഫോം ചെയ്തത്. 379 സ്കൂളിൽ നിന്ന് ഈ ഗ്രാൻഡ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തില്ല. കുട്ടികളുടെ പേര് വിവരങ്ങൾ, ജാതി, തിരിച്ചുള്ള കണക്കുകൾ ഇതൊന്നും അപ്ലോഡ് ചെയ്തില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ 379 സ്കൂളുകളിൽ നിന്നായിട്ട് 3499 പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് പഠനവും നിഷേധിക്കപ്പെട്ടു. അതായത് 379 സ്കൂളുകളിൽ നിന്ന് അപ്ലോഡ് ചെയ്ത ഈ ഗ്രാൻഡ് പോർട്ടൽ അത് ശരിയല്ല. അതായത് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തെറ്റാണ്. സ്കൂളുകളിൽ ഈ 379 സ്കൂളും ഈ ഗ്രാൻഡ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു, പക്ഷെ ചെയ്തിരിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ കൃത്യതയുള്ളതല്ല. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനോ അവർക്കിത് ലഭിക്കാനോ അവസരം ഉണ്ടായില്ല. അതാണ് സംഭവിച്ചത്. അതായത് ഈ പോസ്റ്റ് മെട്രിക് അപേക്ഷകൾ പരിഗണിച്ച് അവരെ ലിസ്റ്റ് ചെയ്ത് അത് ഫോർവേഡ് ചെയ്ത് അവരുടെ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങി കൃത്യമായി അവർക്ക് നൽകുന്നതിലും അവരുടെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിലും കാര്യക്ഷമത കാണിക്കാത്ത വകുപ്പാണ് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ. നമുക്ക് അത്ഭുതം തോന്നും. അവിടെ ഒന്നുകിൽ IAS തലപ്പത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് KAS അപ്പോയിൻമെൻ്റ് ആയതിനു ശേഷം KAS റാങ്കുകാരായിരിക്കും. 2 കൂട്ടരാണെങ്കിലും ഇവർ കാര്യക്ഷമത കാണിക്കേണ്ടവരാണ്. IAS KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ് ഞാൻ KAS കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ IAS തലപ്പത്തിരിക്കുന്നതെങ്കിലും KAS തലപ്പത്തിരിക്കുന്നതെങ്കിലും അവർ കർശനമായിട്ട് ഈ മാർഗങ്ങളൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്, കാര്യക്ഷമത കാണിക്കേണ്ടവരാണ്. അവർക്കറിയാം ഇതിൻ്റെ പ്രാധാന്യം. അതായത് പട്ടികവർഗ സ്കോളർഷിപ്പുകൾ കൊടുക്കാതിരുന്നാൽ, അത് വകമാറ്റി ചെലവഴിച്ചാൽ ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഈ തരത്തിലുള്ള വിവരക്കേട് കാണിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മെ അലട്ടുന്നത്. ഈ സംസ്ഥാനം എവിടേക്ക് പോകുന്നു? ഇവിടെ പട്ടികവർഗക്കാരുടെ അവസ്ഥ എന്താണ്? നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എവിടെ നിന്നെങ്കിലും കുടിയൊഴിപ്പിക്കപ്പെടുക, ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി പട്ടികവർഗക്കാർ കുടിയൊഴിപ്പിക്കപ്പെട്ടാൽ അവരെ പുറന്തള്ളുന്നത് പോലെയാണ് ഗവൺമെൻറ് എടുക്കുന്ന ആറ്റിറ്റ്യൂഡ്സൊക്കെ, നയപരിപാടികളൊക്കെ. ഇപ്പോൾ നമുക്കറിയാം, ഫിഷിംഗ്, മത്സ്യബന്ധനം, അതായത് ഈ വിഴിഞ്ഞം പോർട്ട് വന്നു. പോർട്ടിൻ്റെ 1ാം സ്റ്റേജ് ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ചെയ്തു, കമ്മീഷനിങ് നടത്തി. പക്ഷേ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഫിഷർ ഫോക്ക് അവരും ഇതുപോലെ ഈ പറയപ്പെട്ട പട്ടികവർഗക്കാരെ പോലെ തന്നെ തഴയപ്പെടുന്ന ഒരു വർഗമാണ്. അവർക്ക് വേണ്ടി വേണ്ടതൊന്നും ചെയ്തിട്ടില്ല. അവർ കണ്ണീർ കടലിലാണ്. കടലിൽ നിന്ന് കപ്പൽ നങ്കൂരമിടുമ്പോൾ അവരുടെ ജീവിതം കണ്ണീർ കടലിലാണ് എന്ന് കാണാൻ കണ്ണില്ല നമ്മുടെ ഗവൺമെൻറ്റിന്. അപ്പോൾ അതേ ഗവൺമെൻറ് തന്നെയാണ് ഇവിടെ പട്ടികവർഗക്കാരെയും ഇതുപോലെ മോശമായി അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ അവകാശം, അവരുടെ ജന്മാവകാശമാണ് അവർക്ക് നിഷേധിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിനും ജീവിക്കാനുമുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം കഴിക്കാനും ആരോഗ്യകരമായ വിദ്യാഭ്യാസം ലഭിക്കാനുമുള്ള അവകാശമാണ് ഈ പ്രീ മെട്രിക് ഹോസ്റ്റൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഈ സ്കോളർഷിപ്പ് ഒന്നും ഇല്ല. അവരുടെ വീട്ടിൽ നിന്ന് ലഭ്യമായ സൗകര്യം അനുസരിച്ച് അവരെവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നു. അവർക്ക് ഭക്ഷണമോ ഒന്നും കാണില്ല. സ്കൂളുകളിൽ നമുക്കറിയാം, ലോവർ പ്രൈമറി സ്കൂളിലും അപ്പർ പ്രൈമറി സ്കൂളിലുമൊക്കെ ഉച്ചക്കഞ്ഞി എന്ന ആ ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടിയാണ് പലപ്പോഴും പട്ടികവർഗ വിദ്യാർത്ഥികൾ, പട്ടികജാതിക്കാരാണെങ്കിലും വ്യത്യസ്തരല്ല, അവരൊക്കെ സ്കൂളിൽ ചെല്ലുന്നത് തന്നെ ഈ ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടിയാണ്. അപ്പം ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും അവർക്ക് മുന്നേറാനുള്ള സാധ്യതയാണ് ഈ പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. ഹോസ്റ്റലിൽ താമസിച്ച് സാമാന്യം ഭേദപ്പെട്ട ആഹാരം 3 നേരവും കഴിച്ച് കുളിച്ച് ഉണ്ട് ഉറങ്ങി അങ്ങനെ നന്നായി പഠിച്ച് പോകാനുള്ള സാഹചര്യം, അടിസ്ഥാന സാഹചര്യങ്ങളാണ് ഈ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഒരുക്കി കൊടുക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് വലിയ പങ്ക് വഹിക്കുന്നത്. എന്നിട്ട് പോലും സംസ്ഥാന ഗവൺമെൻറ് അതിൽ കൈയിട്ട് വാരാൻ പോകുന്നു എന്നുള്ള മ്ലേച്ഛമായ കർമ്മം,
അതാണ് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലാത്തത്. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ഏതൊക്കെ തരത്തിലാണ്? പരീക്ഷ നടത്ത്, അതായത് മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിനുള്ള പരീക്ഷ നടത്താൻ വേണ്ടി ഈ ഫണ്ട് മാറ്റി, അതായത് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച ഫണ്ട് മറ്റേതൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിയെന്ന്. ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിയെന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്? ഒന്ന്, പരീക്ഷ നടത്താൻ. ഏത് പരീക്ഷ? മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിനുള്ള പരീക്ഷ. അതുപോലെ തന്നെ AC വാങ്ങാൻ, ഐപാഡുകൾ വാങ്ങാൻ, ടെലിവിഷൻ വാങ്ങാൻ, മൊബൈൽ ഫോണുകൾ വാങ്ങാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പണം വകമാറ്റിയിരിക്കുന്നു. തീർന്നില്ല, ഇനിയും പല ആവശ്യങ്ങൾക്കും വേണ്ടി പണം അവർ വകമാറ്റിയിട്ടുണ്ട്. എന്തിനൊക്കെയാണെന്ന് നോക്കാം. ജീവനക്കാരുടെ ശമ്പളവും അവരുടെ യാത്രാബത്ത, അവരുടെ ഏതെങ്കിലും കുടിശ്ശികയുണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള എല്ലാ തരം ചെലവുകളും വഹിക്കാൻ വേണ്ടിയും ഈ ഫണ്ട് തന്നെയാണ് വകമാറ്റിയിരിക്കുന്നത്. അപ്പോൾ അറിയാതെ നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ഏത് IAS-കാരന് അല്ലെങ്കിൽ ഏത് KIS-കാരന് ഇത്തരം കർമ്മങ്ങൾക്കൊക്കെ കൂട്ടുനിന്നത്, അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തത്? ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലത്. കാരണം IAS ഒക്കെ കിട്ടി ഒരു വകുപ്പിൻ്റെ തലപ്പത്തേക്ക് വരിക എന്ന് വെച്ചാൽ സാമാന്യബോധമുണ്ട്, അതുപോലെ തന്നെ അവർ മിടുക്കരാണെന്നാണ് വെപ്പ്. അത്തരം മിടുക്കരിൽ നിന്ന് ഇങ്ങനെ വന്നത് എന്തുകൊണ്ട്? ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രേരണ കൊണ്ടാണോ? അതായത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ് വലിയ ഭാഗവും. അപ്പോൾ ഇതെടുത്ത് ഇവിടുത്തെ കേരളത്തിലെ ധനസ്ഥിതി നമുക്കൊക്കെ അറിയാമല്ലോ. അതായത് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന കപ്പൽ പോലെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ധനസ്ഥിതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എവിടെ നിന്ന് കിട്ടിയാലും അതൊക്കെ തോണ്ടിയെടുത്ത് വേറെ അത്യാവശ്യമെന്ന് അവർക്ക് തോന്നുന്ന, ഗവൺമെൻറ്റിന് തോന്നുന്ന വകുപ്പുകളിലേക്ക് മാറ്റുക. പട്ടികജാതി പഠിച്ചില്ലെങ്കിൽ എന്താ, പട്ടികവർഗം പഠിച്ചില്ലെങ്കിൽ എന്താ, അവർ മുൻനിരയിലേക്ക് വരില്ല. അവർ മുൻനിരയിലേക്ക് വരാതിരിക്കുന്നതല്ലേ നല്ലത്? മുന്നോക്കക്കാർക്ക് സൗകര്യമല്ലേ, ആ സീറ്റുകളെല്ലാം അവർക്ക് കിട്ടില്ലേ എന്ന ചിന്തയും അവരെ നയിക്കുന്നുണ്ടാകാം. എനിക്ക് അറിഞ്ഞുകൂടാ നയിക്കുന്നുണ്ടോ എന്ന്. ഇതൊക്കെ തന്നെ ആയിരിക്കണം ഇവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അതായത് ഈ പറയപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സ്കോളർഷിപ്പുകൾ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള കാര്യം പട്ടികജാതി വർഗത്തിലെ അല്ലെങ്കിൽ പട്ടികജാതി വകുപ്പിലെ ആരെങ്കിലും കോടതിയിൽ കൊണ്ടുപോയാൽ, ഏത് വകുപ്പുകളാണത് മാറ്റിയത്, എങ്ങനെയൊക്കെയാണ് മാറ്റിയത്, ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നീട് ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾ നടത്താത്ത രീതിയിൽ കോടതി വേണ്ട രീതിയിൽ ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് ഞാൻ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഫണ്ട് എവിടെ മിസ്യൂസ് ചെയ്തു, എവിടെ വകമാറ്റി ചെലവഴിച്ചു എന്ന് കണ്ടെത്തി അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഇക്കൂട്ടരെ നിങ്ങൾ പ്രേരിപ്പിക്കണം എന്ന് വെച്ചാൽ അവർക്കെതിരെ വേണ്ട നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം തന്നെ നമുക്ക് പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഒരു മന്ത്രിയുണ്ട്, മന്ത്രി കേളുവിനോട്, വയനാട് ജില്ലക്കാരനാണ് അദ്ദേഹം. ആ വയനാട് ജില്ലക്കാരൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വീടും തമ്മിൽ, എൻ്റെ കുടുംബ വീടും അദ്ദേഹത്തിൻ്റെ വീടും തമ്മിൽ. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി കേളുവിനോട് പറയുകയാണ്, ഇത് നിസ്സാരമായി തള്ളരുത്. താങ്കളെ മന്ത്രിസഭയിലേക്ക് എടുത്തു എന്നുള്ളത് നല്ല കാര്യം. താങ്കളെ ഒരു പട്ടികജാതി പട്ടികവർഗ മന്ത്രിയാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതും നല്ല കാര്യം. താങ്കൾ സടകുടഞ്ഞെഴുന്നേൽക്കണം. ഇതിപ്പോൾ നാം കണ്ടെത്തി CAG ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് മാത്രം. CAG ഇത് ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇതാരും അറിയാതെ തന്നെ അസ്തമിച്ചു പോകുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് പഠനം നിർത്തിപ്പോയ അനേകം വിദ്യാർത്ഥിനികളുണ്ട് കേരളത്തിൽ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ. അവർക്ക് വേണ്ടി താങ്കൾ സടകുടഞ്ഞെഴുന്നേൽക്കണം. ഇതിൻ്റെ നേരെ അറിയണം, അന്വേഷിച്ചറിയണം. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് മന്ത്രി കേളുവിനോട് എൻ്റെ അഭ്യർത്ഥന.